ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകാം. മെറിൻ മേരി ചാക്കോയാണ് ചേരുന്നത്. മെറിൻ, ഗുഡ് മോർണിംഗ്. മെറിൻ, ഈ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് മെറിൻ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്നു. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനമായും മത്സര രംഗത്തുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയുമാണ്. കൺസർവേറ്റീവ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യൻ വംശജനായ ഋഷി സുനകും ലേബർ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് കീർ സ്റ്റാർമറുമാണ്. അദ്ദേഹത്തിന് 66 വയസ്സാണ് പ്രായം. അദ്ദേഹം സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ക്വീൻ എലിസബത്തിന്റെ കയ്യിൽ നിന്നും ആദരമെല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കീർ സ്റ്റാർമർ. ഇവർ തമ്മിലാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനകും തൊട്ടു പിന്നാലെ കീർ സ്റ്റാർമറുമാണ് ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അവർ സന്ദർശനം നടത്തിയിരുന്നത്. ഋഷി സുനകും ഭാര്യ അക്ഷത മൂർത്തിയും ക്ഷേത്രം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ഒരു ദൃശ്യങ്ങൾ ഏറെ ചർച്ചയായിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഹൈന്ദവ സംഘടനകൾ ഒരു ഹിന്ദു പ്രകടന പത്രിക അല്ലെങ്കിൽ ഹിന്ദു തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തുവിട്ടു. അതിലവർ പറയുന്നത് ബ്രിട്ടനിലെ ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകണം, അവരുടെ സംരക്ഷണങ്ങളെല്ലാം അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കണം, അതിന് ജനപ്രതിനിധികൾ മുന്നിട്ട് വരണമെന്നാണ് ഇവർ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെയാണ് ഈ രണ്ട് നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഈ ക്ഷേത്ര സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഋഷി സുനക് സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്, ഞാൻ ഹൈന്ദവ വിശ്വാസം എൻ്റെ പ്രചോദനമാണ്. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബ്രിട്ടനിലെ ഒരു പാർലമെന്റ് അംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഋഷി സുനക് പറഞ്ഞത്. ബ്രിട്ടനിലെ 1 മില്യൺ ജനത എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളാണ്. ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടനിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാതുവെപ്പ് വിവാദവുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ച് പ്രധാന പാർട്ടികളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാതുവെച്ചിരുന്നു. അതിന്റെ വിവരങ്ങൾ 2 ആഴ്ച മുമ്പാണ് പുറത്തു വന്നത്. അതിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ഋഷി സുനകിന്റെ തന്റെ ഒരു അംഗരക്ഷകനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രെയ്ഗ് വില്യംസൺ എന്ന ഋഷി സുനകിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ $127 തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് വാതുവെപ്പ് നടത്തിയെന്നാണ് വിവരം വന്നിരിക്കുന്നത്. അദ്ദേഹവും പക്ഷേ മത്സര രംഗത്തുണ്ട്. എന്നാൽ പാർട്ടി അദ്ദേഹത്തിനുള്ള പിന്തുണ ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞു. 14 വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയാണ് ബ്രിട്ടൻ ഭരിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. കാരണം കുടിയേറ്റ നിയമം, അതുപോലെ തന്നെ റുവാണ്ടയുമായി ബന്ധപ്പെട്ട പോളിസിയുണ്ട്. സേവ് ബോട്ട് പ്ലഡ്ജ് പോളിസി എന്ന് പറയുന്ന ഒരു നയമുണ്ട്. അതായത് അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്നത് സംബന്ധിച്ച ഒരു വാഗ്ദാനമായിരുന്നു നേരത്തെ ഋഷി സുനക് നൽകിയിരുന്നത്. ഇതൊന്നും തന്നെ നടപ്പായില്ല. അതുകൊണ്ട് കടുത്ത ഭരണവിരുദ്ധ വികാരങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ചയാണ് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് മലയാളികളും മത്സര രംഗത്തുണ്ട്. 2 മലയാളികൾ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു തന്നെയാണ് അറിയാൻ സാധിച്ചത്. നേരത്തെ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടന്ന പാർട്ടി ഗേറ്റ് വിവാദമുണ്ട്. കോവിഡ് സമയത്ത് ഡൗണിംഗ് സ്ട്രീറ്റിൽ ഔദ്യോഗിക വസതിയിൽ പാർട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടിയാകും. എന്തായാലും 14 വർഷത്തെ ഈ ഒരു ഭരണം കൺസർവേറ്റീവ് പാർട്ടിക്കും ഋഷി സുനകിനും തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ക്രിസ്റ്റീന, സ്മിത. വെറുതെ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ഗസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗസയിൽ സംഘർഷം ഒഴിയുന്നില്ല എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. ഖാൻ യൂണീസിൽ ഇസ്രയേൽ വീണ്ടും ആക്രമിക്കുന്നു. ഇനി മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധിത സൈനിക സേവനം, അതിനെതിരായി ജൂതർ തെരുവിൽ ഇറങ്ങുന്ന കാഴ്ച, ഇതൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, സ്മിത, ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ 9ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ്, ഞങ്ങൾ യുദ്ധത്തിന്റെ അതിതീവ്ര ഘട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്നാൽ പൂർണ്ണമായും വെടിനിർത്തൽ ഇല്ല എന്ന് തന്നെ പറയുമ്പോഴും ഇപ്പോൾ ഗസയിലും അതുപോലെ തന്നെ റഫയിലും ഷുജയിലും എല്ലാം കടുത്ത ആക്രമണം നടക്കുകയാണ്. ഇപ്പോൾ ഗസയിലെ തന്നെ 2ാമത്തെ വലിയ നഗരമാണ് ഖാൻ യൂനിസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞു. ഇവിടെയുള്ള ജനങ്ങളോട് എത്രയും വേഗം ആ പ്രദേശം വിട്ടുപോകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മൊബൈൽ
മൊബൈലിലെല്ലാം ഈ വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യിൽ കിട്ടിയതെല്ലാം അവരുടെ സർവ്വതും ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ജനം കൂട്ടപലായനം ചെയ്യുകയാണ്. അവിടെ തന്നെ ഒരു പ്രധാന യൂറോപ്യൻ ആശുപത്രിയുണ്ട്. അവിടെ നിന്നെല്ലാം രോഗികളെ നിർബന്ധിച്ച് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ജനങ്ങൾ കൂട്ടപലായനം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണമുണ്ടായി. ഈ ഒരു റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഖാൻ യൂനിസിൽ ഇത്തരം ഒരു കടുത്ത ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഒരു അൽ ഷിഫ ആശുപത്രിയുടെ മേധാവിയായിരുന്ന ഡോക്ടർ അബു സലേമിനെ ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 50 പേരെയും മോചിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനം അദ്ദേഹം നടത്തിയത് എന്നത് സംബന്ധിച്ച് കണ്ടെത്താനായില്ല. അത്തരം തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. അതിനെതിരെ തീവ്ര വലതുപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. കാരണം ഞങ്ങളോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ അത് വിട്ടയച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഏജൻസി ആയിട്ടുള്ള ഷിൻബത്തിന്റെ തലവനെ വീട്ടിലേക്ക് തിരിച്ചയക്കണം. ഇത്തരം തീരുമാനം ഏകപക്ഷീയമായി എടുക്കാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. യാഥാസ്ഥിതിക ജൂതർക്കും നിർബന്ധിത സൈനിക സേവനം നിർബന്ധമാക്കി. ഇതിനെതിരെ യാഥാസ്ഥികരായിട്ടുള്ള ജൂതർ ഇന്നലെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഭവനമന്ത്രിയുടെ കാർ തടഞ്ഞ് അസഭ്യം പറയുകയും ഇപ്പോഴും വലിയ സംഘർഷം തന്നെ അവിടെ തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതിനൊപ്പം തന്നെ പി ജെയിംസ് സാറിനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് തിരിച്ചെത്തും. അതിനുശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ഹരി അയക്കുന്നു, ഞാൻ 4 ദിവസം ആയിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. കോട്ടയം വയല സ്വദേശിയാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങി പറ്റിക്കുന്നുണ്ട്. ഇതൊന്ന് പറയാമോ? ഇനി ആരും അങ്ങനെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നത്. എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. എന്തായാലും ബ്യൂറോ നമുക്ക് കോട്ടയം ബ്യൂറോയെ നമ്മൾ അലേർട്ട് ചെയ്യുക അല്ലേ, കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം. ഇങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ. അതുപോലെ ചില സമയത്തൊക്കെ നമുക്കും അബദ്ധം പറ്റും. കാരണം ഇത് കൃത്യമായി വിശ്വസിക്കാമെന്ന് കരുതിയാണല്ലോ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമുക്കിനി